ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡൂക്ക് 250യുടെ മീറ്റർ കൺസോളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനും അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇത് ഗൺ മെറ്റൽ എന്ന് പറഞ്ഞ് 2026 മോഡൽ പുതിയ കളറ് ഡൂക്ക് 250 KTM കേട്ടോ. ഡൂക്ക് 200നും ഇതേ ഒരു ഡിസ്പ്ലേ ഒക്കെ കാര്യങ്ങൾ വരുന്നത്, പക്ഷേ ഡൂക്ക് 250യുടെ ചാവി ഇതാണ് കേട്ടോ. ഡിസ്പ്ലേ സെയിം ആയിരുന്നതിൻ്റെ ഫീച്ചർ വ്യത്യാസം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേ. അത്യാവശ്യം നമ്മൾ രാത്രിയാവാറായി കേട്ടോ. രാത്രിയാകാൻ പോകുന്നു. സമയം 6 AM കിടക്കുന്നത്, പക്ഷേ PM ഇട്ടേക്കണ്ട. അതൊന്ന് സെറ്റ് ചെയ്യണം. സമയം അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഫ്യൂവലിൻ്റെയാണ്. പിന്നെ ഇത് RPM, ഇത് കുറച്ച് വാർണിങ് കാര്യങ്ങൾ. ഇതാണ് ഗിയർ പൊസിഷൻ. ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. പിന്നെ ഇത് സ്പീഡ്, ABS, വാർണിങ്. പിന്നെ 420 കിലോമീറ്ററൊന്നും ഓടത്തൊന്നുമില്ല കേട്ടോ. ഈ സാധനം അത്ര ഇതല്ല, ഫേക്ക് പോലെ കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് അര ടാങ്ക് പോലും എണ്ണയില്ല. എങ്ങനെയാണെങ്കിലും ഒരു 2.5 ലിറ്റർ 3 ലിറ്റർ അത്രയും കണ്ടേ എണ്ണയുള്ളൂ. പക്ഷേ ഇത് ഫുള്ളുണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പുറത്തെ ഒരു ഹസാർഡുണ്ട്. സ്വിച്ചസ് കാര്യങ്ങൾ ഇതാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ, ഹസാർഡ്, ഇവിടെ ആയിട്ടാണ് പാസ് വരുന്നത്. പിന്നെ ഇത് ഫോണ്, പിന്നെ ഇത് കിൽ സ്വിച്ച്. ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പ്രസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും ആവുന്നില്ല. ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും. എന്നിട്ട് മോട്ടോർ സൈക്കിളിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, മോഡാണ് കേട്ടോ. സ്ട്രീറ്റ്, ട്രാക്ക്, അങ്ങനെ. പിന്നെ ബൈക്ക് അടിക്കുക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ABSൻ്റെ ആണ്, സൂപ്പർ മോട്ടോ ഇത്. പിന്നെ ബൈക്കിലോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് ഇൻഫോ ആണ്. അതിനകത്ത് കൂളൻ്റ്, ടെമ്പറേച്ചർ, ഫ്യൂവൽ റേഞ്ച്, ബാറ്ററി, ഓടോ. ഇതാണ് നമ്മൾ വണ്ടി 3635 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അടുത്ത സർവീസ് വരുമ്പോൾ കാണിക്കുന്നത്. പിന്നെ വാർണിങ്സ് എന്താ 2 കിടപ്പുണ്ട്. പിന്നെ അടുത്ത താഴെ എന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഇൻഫോ ആണ്. അത് 2 ഉണ്ട്. അതിന് താഴെ സെറ്റിങ്സ് ആണ്. പിന്നെ നാവിഗേഷനും മ്യൂസിക് സാധനങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. വണ്ടി പുതിയതെടുത്തപ്പോൾ ചേസ് നമ്പർ പരിഭാവന അടിച്ച് സെറ്റായില്ല. അത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് സെറ്റ് ചെയ്യണം. അതപ്പം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. സെറ്റിങ്സിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ, പിന്നെ ഇങ്ങനെ കുറച്ച് ഫീച്ചർ കാര്യങ്ങളൊക്കെ ആണ്. കണക്ടിവിറ്റി, ക്വിക്ക് ഷിഫ്റ്റർ, ഷിഫ്റ്റ് ലൈറ്റ്. ഇതൊരു ലോക്കൽ ലോക്ക് സെറ്റപ്പാണ് കേട്ടോ. അതായത് RPM ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8000. ഞാനത് 5000 ആക്കിയായിരുന്നു. ഈ ഷിഫ്റ്റ് ലൈറ്റ് ഒരു 5000 വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഓറഞ്ച് കളർ കാണുന്നത് ഫുള്ളാവും. അതായത് വണ്ടി RPM കയറുമ്പോൾ പെട്ടെന്ന്. പക്ഷേ വണ്ടി 90ന് മുകളിൽ കയറത്തില്ല. ഞാൻ അത് പിന്നെ 8000 ആക്കിയതാണ്. അത് 2 ഉണ്ട്. ഇങ്ങനെ ഫുള്ള് ലൈറ്റ് കത്തും കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞാൻ അത് ഏറ്റവും കുറച്ചിട്ടപ്പോൾ പെട്ടെന്ന് RPM പെട്ടെന്ന് കയറിയ ഉടനെ ഇതങ്ങ് ഓറഞ്ച് ഇങ്ങനെ കത്തും. അപ്പോൾ നമ്മൾ അടുത്ത ഗിയർ ഇടും. ആ ഒരു സെറ്റപ്പ്. പക്ഷേ വണ്ടി ഒരു 90ന് മേളിൽ കയറുന്നില്ല. ഞാൻ പിന്നെ അത് പഴയതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത്. പിന്നെ ഷിഫ്റ്ററിൻ്റെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ക്ലച്ച് പിടിച്ച് തന്നെ ഗിയർ മാറുന്നത്, അതുകൊണ്ട് അത് ഓഫ് ആക്കിയിട്ടേക്കുക. പിന്നെ സെറ്റിങ്സിനകത്ത് ഇത്രയും കാര്യങ്ങളെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഡൂക്ക് 350 എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ ഫീച്ചർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു സ്വിച്ച് വരും, ഒരു മൈനസ് വരും. അത് ക്രൂയിസ് കൺട്രോൾ, അതേപോലെ സ്പീഡ് നമുക്ക് ആർക്കെങ്കിലും കൂട്ടുകാർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ ഇത് വരും. പിന്നെ ഒരു കോർണറിങ് ABS വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. കോർണറിങ് ABS, ക്രൂയിസ് കൺട്രോൾ, പിന്നെ ബാക്കിലത്തെ വീലി കൺട്രോൾ, ഡ്രിഫ്റ്റ് കൺട്രോൾ, അങ്ങനെ കുറേ സാധനങ്ങൾ വരും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ശരി ഗൈസ്.
എന്താ അടുത്ത വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പറ. എനിക്കൊന്ന് ഡൂക്ക് 200 അതുപോലെ RC 200 എന്നീ സാധനങ്ങൾക്കെല്ലാം ഇതേ സെറ്റപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫീച്ചർ അധികമുണ്ട്, അതോ ഇനി സെക്കൻഡ് സർവീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അൺലോക്ക് ആകുമോയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം ക്രൂയിസ് കൺട്രോളാണ്. പക്ഷേ അത് ഇതിനകത്തില്ല. ആ സാധനം ഇവിടെ ഉണ്ടായിരുന്ന സെറ്റായിരുന്നു കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വീഡിയോ കണ്ടതിന്.